ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 4 കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. വർക്ക് ബുക്ക്, ടീച്ചേഴ്സ് ഹാൻഡ് ബുക്ക്, റെഫറൻസ് ബുക്ക്, സപ്ലിമെൻ്ററി റീഡേഴ്സ്. അപ്പോൾ ആദ്യം നമുക്ക് വർക്ക് ബുക്ക് എന്താണെന്ന് നോക്കാം. Workbooks are reprint pages of associated textbook, replacing keywords with the blanks that are to be filled in by pupils after reading their textbook. അതായത് ടെക്സ്റ്റ് ബുക്കിലെ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുമായിട്ടുള്ള റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്, പ്രോബ്ലംസ് അല്ലെങ്കിൽ അസൈൻമെൻറ്റ്സ് അതൊക്കെയാണ് എന്തിലുണ്ടായിരിക്കുക? വർക്ക് ബുക്കിൽ ഉണ്ടായിരിക്കുക. അതുമാത്രമല്ല, ഓരോ ക്വസ്റ്റ്യൻസ് കഴിയുമ്പോഴും അത് ആൻസർ ചെയ്യാനുള്ള സ്പേസും ഏതിലുണ്ടായിരിക്കും? വർക്ക് ബുക്കിൽ ഉണ്ടായിരിക്കും. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ എങ്ങനെയാണ്? ഓരോ കോൺസെപ്റ്റ് കഴിയുമ്പോഴും അതുമായിട്ടുള്ള റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഏതിലുണ്ടായിരിക്കും? ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരിക്കും. പക്ഷെ അത് ആൻസർ ചെയ്യാനുള്ള സ്പേസ് ഒന്നും ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവില്ല. അപ്പോൾ കുട്ടികൾ അതെങ്ങനെയാണ് ചെയ്യുക? നോട്ട് എടുത്തിട്ട് ടെക്സ്റ്റ് ബുക്കിലെ ഓരോ ക്വസ്റ്റ്യൻസും നോട്ട് ബുക്കിലേക്ക് കോപ്പി ചെയ്തിട്ടാണ് അവരെന്ത് ചെയ്യുക? ആൻസേഴ്സ് എഴുതുക. പക്ഷെ വർക്ക് ബുക്കിൽ അങ്ങനെയല്ല. വർക്ക് ബുക്കിൽ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ടാവും. ഓരോ ക്വസ്റ്റ്യൻസ് കഴിയുമ്പോഴും അത് ആൻസർ ചെയ്യാനുള്ള സ്പേസും ഉണ്ടായിരിക്കും. അതായത് കുട്ടികൾക്ക് ചോദ്യം വായിച്ചിട്ട് ആൻസർ അതിലെന്ത് ചെയ്യാൻ പറ്റും? ഡയറക്റ്റായിട്ട് എഴുതാൻ പറ്റും. ഇപ്പം നമ്മൾ എന്താ പറയുക, മാത്സിൽ നമ്മളൊരു ടാസ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, വർക്ക് ബുക്ക് എന്ന് പറഞ്ഞിട്ട്. നമ്മളെങ്ങനെ ടാസ്ക് ചെയ്തത്? ചാപ്റ്റർ വൈസായിട്ടാണ്, ഓരോരുത്തരും ചാപ്റ്റർ വൈസായിട്ടാണ് വർക്ക് ബുക്ക് തയ്യാറാക്കിയത്. അപ്പോൾ നമ്മൾ അതിൽ ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലംസ് മാത്രമല്ല നമ്മൾ ചെയ്തത്, ആ ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സ്ട്രാ പ്രോബ്ലംസ് നമ്മൾ ഏതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു? വർക്ക് ബുക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് മാത്രമല്ല, നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ ഒരു കോൺസെപ്റ്റ് പഠിച്ച് കഴിയുമ്പോൾ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സ്ട്രാ പ്രോബ്ലംസും ഏതിലുണ്ടായിരിക്കും? വർക്ക് ബുക്കിൽ ഉണ്ടായിരിക്കും. ഓരോ ക്വസ്റ്റ്യൻസ് കഴിയുമ്പോഴും കുട്ടികൾക്ക് ആൻസർ എഴുതാനുള്ള സ്പേസും ഏതിലുണ്ടായിരിക്കും? വർക്ക് ബുക്കിൽ ഉണ്ടായിരിക്കും. ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വർക്ക് ബുക്കാണ്. വർക്ക് ബുക്കിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ടെക്സ്റ്റ് ബുക്കിൽ എങ്ങനെയാണോ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ ഓർഡർ കൊടുത്തിട്ടുള്ളത്, അതേ ഓർഡറിൽ തന്നെ ആയിരിക്കണം നമ്മൾ വർക്ക് ബുക്ക് തയ്യാറാക്കുമ്പോഴും കീപ്പ് ചെയ്യേണ്ടത്. ടെക്സ്റ്റ് ബുക്കിൽ ഓർഡർ എങ്ങനെയാണോ ആ സെയിം ഓർഡർ ആയിരിക്കണം വർക്ക് ബുക്ക് തയ്യാറാക്കുമ്പോഴും നമ്മൾ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. അതായത് ഒരു ക്ലാസ്സിൽ ആവറേജ് സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും, നന്നായി പഠിക്കുന്ന കുട്ടികളും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ വർക്ക് ബുക്ക് തയ്യാറാക്കുമ്പോൾ ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കണം? അത്ര ഡിഫിക്കൾട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് പാടില്ല, എന്നാൽ അത്ര ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ആവാനും പാടില്ല. അതായത് ഒരു സിമ്പിൾ ടു കോംപ്ലക്സ് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസിന് തൊട്ട് കോംപ്ലക്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതായത് ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കണം, ഒരു മീഡിയം ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കണം, കുറച്ച് ചാലഞ്ചിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും, ഇതൊക്കെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കണം ഏതിലുണ്ടായിരിക്കേണ്ടത്? വർക്ക് ബുക്കിൽ ഉണ്ടായിരിക്കേണ്ടത്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കോൺസെപ്റ്റ് റിലേറ്റഡ് ആയിട്ടാണ് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കാമെന്ന് പറഞ്ഞു. അതായത് ഇപ്പം നമ്മളൊരു പോളിഗൺസ് എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് നമ്മൾ വർക്ക് ബുക്ക് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ പാഠത്തിൽ പഠിക്കുന്ന കാര്യങ്ങളായിരിക്കണം നമ്മൾ വർക്ക് ബുക്ക് തയ്യാറാക്കുമ്പോഴുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കേണ്ടത്. അല്ലാതെ പോളിഗൺസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ ഇപ്പോൾ വേറെ ന്യൂ നമ്പേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ക്വസ്റ്റ്യൻസ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ലേണിംഗ് ഔട്ട്കം ശരിയാവില്ല. അപ്പോൾ നമ്മൾ ഏത് കോൺസെപ്റ്റ് ആണോ പഠിക്കുന്നത്, ഏത് ചാപ്റ്റർ ആണോ പഠിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കണം എന്തിലുണ്ടായിരിക്കേണ്ടത്? വർക്ക് ബുക്ക്. അതായത് വർക്ക് ബുക്ക് തയ്യാറാക്കുമ്പോൾ നമ്മൾ എന്ത് ലേണിംഗ് ഔട്ട്കം ആണ് എയിം ചെയ്യുന്നത് അത് അതിൽ ഉണ്ടായിരിക്കണം. ആ വർക്ക് ബുക്ക് തയ്യാറാക്കുമ്പോൾ നമ്മൾ അത് കൂടി ശ്രദ്ധിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് വർക്ക് ബുക്കിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ടെക്സ്റ്റ് ബുക്കിലെ ഓർഡർ എന്താണോ അതേ ഓർഡർ നമ്മൾ കീപ്പ് ചെയ്യണം. അതേപോലെ ഇൻഡിവിജ്വൽ ഡിഫറൻസസ് കൺസിഡർ ചെയ്യണം. എന്താണ് നമ്മുടെ ഏത് ലേണിംഗ് ഔട്ട്കം ആണ് നമ്മൾ എയിം ചെയ്യുന്നത്, ആ ലേണിംഗ് ഔട്ട്കമ്മും ഉൾക്കൊണ്ടിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? വർക്ക് ബുക്ക് തയ്യാറാക്കാനായിട്ട്.
അടുത്തത് പറയാൻ പോകുന്നത് വർക്ക് ബുക്ക് ക്രൈറ്റീരിയ ആണ്. അപ്പോൾ നേരത്തെ നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ് പറഞ്ഞ പോലെ തന്നെയാണ് ഈ വർക്ക് ബുക്ക് ക്രൈറ്റീരിയ. അതായത് ഒരു വർക്ക് ബുക്ക് തയ്യാറാക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞു ടെക്സ്റ്റ് ബുക്കിലെ ഓർഡർ എങ്ങനെയാണോ അതേ ഓർഡർ തന്നെ നമ്മൾ കീപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. ക്വസ്റ്റ്യൻസ് എങ്ങനെയുള്ളതായിരിക്കണം, സിമ്പിൾ ടു കോംപ്ലെക്സ് എന്ന് പറയുന്ന ഒരു ഫോർമാറ്റിലായിരിക്കണം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കണം. ഓൾ ലെവൽസ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കണം. അതായത് ഇൻഡിവിജ്വൽ ഡിഫറൻസ് കൺസിഡർ ചെയ്തിട്ട് ഈസി ക്വസ്റ്റ്യൻസ്, മീഡിയം ലെവൽ ക്വസ്റ്റ്യൻസ്, കുറച്ച് ചാലഞ്ചിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അങ്ങനെ എല്ലാ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഇതിലുണ്ടായിരിക്കണം, വർക്ക് ബുക്കിൽ ഉണ്ടായിരിക്കണം. പിന്നെ ഇല്ലസ്ട്രേഷൻ ആൻഡ് മോഡൽ വർക്ക്ഡ് ഔട്ട് പ്രോബ്ലം ഷുഡ് ബി ദർ. അതായത് നമ്മളൊരു എക്സാമ്പിൾ കൊടുത്തിട്ട് അല്ലെങ്കിൽ ഒരു ഇല്ലസ്ട്രേഷൻ കൊടുത്തിട്ടുള്ള വർക്ക്ഡ് ഔട്ട് പ്രോബ്ലംസ് ഒക്കെ ഏതിലുണ്ടായിരിക്കണം, വർക്ക് ബുക്കിൽ ഉണ്ടായിരിക്കണം. ഇനി വർക്ക് ബുക്കിൻ്റെ അഡ്വാൻറ്റേജസ്. വർക്ക് ബുക്കിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്? വർക്ക് ബുക്ക് സപ്ലിമെൻറ്റ് ക്ലാസ് റൂം ലേണിംഗ്. ഇറ്റ് പ്രൊമോട്ട്സ് സെൽഫ് ലേണിംഗ് ആൻഡ് സെൽഫ് അസസ്മെൻറ്റ്. It provides for working out different types of assignment, consider the individual difference. It gives practice of classroom learning and thereby reinforces learning. അതായത് വർക്ക് ബുക്കിലൂടെ കുട്ടികൾക്ക് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്നാമത് അവർക്ക് ക്ലാസ് റൂമിൽ പഠിച്ച കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ അതായത് കിട്ടുന്നുണ്ട്. ക്ലാസ് റൂമിൽ എന്താണോ പഠിച്ചത് അതൊന്നുകൂടിയും അവർക്ക് റിവൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇത് ചെയ്ത് നോക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവർക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ ചാപ്റ്റർ വൈസ് ആയിട്ട് നമ്മൾ വർക്ക് ബുക്ക് തയ്യാറാക്കുകയാണെങ്കിൽ അത് അവർക്ക് ക്യാരി ചെയ്തൊക്കെ നടക്കാനായിട്ട് കുറച്ചുകൂടി എളുപ്പമാണ്, ഈസിയാണ്. അപ്പോൾ നോട്ട് ബുക്കിലേക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതിയെടുത്ത് ചെയ്യേണ്ട. ടെക്സ്റ്റ് ബുക്ക് അതായത് വർക്ക് ബുക്കിൽ ഓൾറെഡി ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതിൽ ആൻസേഴ്സ് ഡയറക്റ്റായിട്ട് എഴുതിയാൽ മതി. അതായത് അപ്പോൾ അവർക്ക് റെഫർ ചെയ്യാനൊക്കെ കുറച്ചുകൂടി ഈസിയാണ്. പിന്നെ അവരുടെ സ്കില്ല് കുറച്ചുകൂടിയും ഡെവലപ്പ് ചെയ്യാനായിട്ട്, അതായത് അവർ തന്നെ അതിൽ പ്രോബ്ലംസ് ചെയ്ത് നോക്കുമ്പോൾ അവരുടെ സ്റ്റഡി, അതായത് അവരുടെ പഠനം കുറച്ചുകൂടിയും ഉയർത്താനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വർക്ക് ബുക്കിലൂടെ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ടോപ്പിക്കുകൾ അവർക്ക് കുറച്ചുകൂടിയും ക്ലിയർ ആയിട്ടും എഫക്റ്റീവായിട്ടും ക്യാച്ച് ചെയ്യാനായിട്ട് നമുക്ക് വർക്ക് ബുക്കിലൂടെ സാധിക്കും. നെക്സ്റ്റ് പറയാൻ പോകുന്നത് ടീച്ചേഴ്സ് ഹാൻഡ് ബുക്കാണ്. ടീച്ചേഴ്സ് ഹാൻഡ് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ടീച്ചേഴ്സിൻ്റെ ടീച്ചിങ് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു റിസോഴ്സ് അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നതാണ് ടീച്ചേഴ്സ് ഹാൻഡ് ബുക്ക് എന്ന് പറയുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകൾ തയ്യാറാക്കുന്ന അതേ SCERT തന്നെയാണ് നമ്മുടെ എന്തും തയ്യാറാക്കുന്നത്, ടീച്ചേഴ്സ് ഹാൻഡ് ബുക്കും പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി ടീച്ചേഴ്സ് ഹാൻഡ് ബുക്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് പറയുന്നത്. സമ്മറൈസ് ഓഫ് ചാപ്റ്റേഴ്സ് ഇൻ ടെക്സ്റ്റ് ബുക്ക്, അതായത് ഓരോ ചാപ്റ്ററുകളും സമ്മറൈസ് ചെയ്തിട്ടുണ്ടായിരിക്കും ടീച്ചേഴ്സ് ഹാൻഡ് ബുക്കിൽ. ലിസ്റ്റ് ഓഫ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് ആൻഡ് സ്പെസിഫിക്കേഷൻസ്, ടീച്ചിങ് നീഡ്സ് ടു ബി യൂസ്ഡ്, അസൈൻമെൻറ്റ്സ് ഓഫ് വാരിയസ് കൈൻഡ്സ്, evaluation tools, co-curricular activities that can be organized, teaching methods and techniques, seminar and projects, suggested reference for teachers and people, expression of each technical term, conceptual development of each topic, etc. Unit plan. അതായത് ചാപ്റ്റേഴ്സിൻ്റെ സമ്മറൈസേഷൻ ഉണ്ടായിരിക്കും, അതുപോലെ കോൺസെപ്റ്റ് ഡെവലപ്മെൻറ്റ് ഉണ്ടായിരിക്കും, എന്തൊക്കെ ടീച്ചിങ് മെത്തേഡ്സും ടീച്ചിങ് ടെക്നിക്സും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, ടീച്ചിങ് കുറച്ചുകൂടി എഫക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം ടീച്ചിങ് ടെക്നിക്സും ടീച്ചിങ് മെത്തേഡ്സ് ഉപയോഗിക്കാം, എന്തെല്ലാം ടീച്ചിങ് എയ്ഡ്സ് നമുക്ക് യൂസ് ചെയ്യാം, കുറച്ചുകൂടി ടീച്ചിങ് കുറച്ചുകൂടി എഫക്റ്റീവ് ആക്കാനായിട്ട് എന്തെല്ലാം ടീച്ചിങ് എയ്ഡ്സ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏതിലുണ്ടായിരിക്കും? ടീച്ചേഴ്സ് ഹാൻഡ് ബുക്കിൽ ഉണ്ടായിരിക്കും. അതായത് ടീച്ചേഴ്സിൻ്റെ ടീച്ചിങ് കുറച്ചുകൂടി എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു മെറ്റീരിയലാണ് എന്തെന്ന് പറയുന്നത് ടീച്ചേഴ്സ് ഹാൻഡ് ബുക്ക് എന്ന് പറയുന്നത്. അഡ്വാൻറ്റേജ് ഓഫ് ടീച്ചേഴ്സ് ഹാൻഡ് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, അതായത് നമ്മളൊരു നമ്മുടെ ടീച്ചിങ് മെത്തേഡ് എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടീച്ചിങ് മെത്തേഡോ അല്ലെങ്കിൽ ടീച്ചിങ് ടെക്നിക്ക് സെലക്ട് ചെയ്യാനായിട്ട് നമ്മൾ ആര് സഹായിക്കുന്നുണ്ട്? ടീച്ചേഴ്സ് ഹാൻഡ് ബുക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളൊരു ക്ലാസ്സിൽ നമ്മൾ പഠിപ്പിക്കാൻ പോകുമ്പോൾ ആ ടോപ്പിക്കിൽ നമ്മൾ എന്താണ് പഠിപ്പിക്കേണ്ടത് എന്നുള്ളൊരു കോൺസെപ്റ്റ്, അതായത് നമ്മുടെ തിയറിറ്റിക്കൽ നോളജും പ്രാക്ടിക്കൽ സജഷൻസും നമുക്ക് ഏതിൽ നിന്ന് കിട്ടും?
ടീച്ചേഴ്സ് ഹാൻഡ് ബുക്കിൽ നിന്ന് കിട്ടും. അതേപോലെ തന്നെ ഓരോ ടെക്നിക്കൽ ടേമുകളും ഏതിൽ എന്താ പറയുക ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും, ഈ ടീച്ചേഴ്സ് ഹാൻഡ് ബുക്കിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കോൺസെപ്റ്റ് കുറച്ചുകൂടി മനസ്സിലാക്കാനും കുട്ടികൾക്ക് അത് കുറച്ചുകൂടി നന്നായിട്ട് പറഞ്ഞു കൊടുക്കാനും ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ടീച്ചേഴ്സ് ഹാൻഡ് ബുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ടീച്ചിങ് ഇവാലുവേഷനും, അതായത് നമ്മൾ എത്രത്തോളം നന്നായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റി അല്ലെങ്കിൽ എത്രത്തോളം നന്നായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും, അങ്ങനെയുള്ളൊരു ടീച്ചിങ് ഇവാലുവേഷനും എന്തുകൊണ്ട് സാധിക്കും, ടീച്ചേഴ്സ് ഹാൻഡ് ബുക്ക് കൊണ്ട് നമുക്ക് സാധിക്കും. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ കുറേ അസൈൻമെൻറ്റ്സ്, പ്രോജക്ട്സ്, അതായത് കുട്ടികളിലേക്ക് നമ്മൾ പഠിപ്പിക്കാൻ പോകുന്ന കോൺസെപ്റ്റ് എന്താണോ അത് കുട്ടികൾക്ക് ഇതൊക്കെ എത്ര നല്ലോണം, എത്ര പെട്ടെന്ന് അല്ലെങ്കിൽ എത്ര കുട്ടികൾക്ക് ഇങ്ങനെ നല്ലോണം മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കും, ഏത് വഴിയിൽ കൂടെ, ഏത് മെത്തേഡ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഏത് ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് കുട്ടികൾക്ക് അത് നന്നായിട്ട് ആ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ കുട്ടികളിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കുക എന്നതാണ് നമുക്ക് ടീച്ചേഴ്സ് ഹാൻഡ് ബുക്ക് നന്നായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ്, അല്ലെങ്കിൽ ഒരു റിസോഴ്സാണ് എന്തെന്ന് പറയുന്നത് ടീച്ചേഴ്സ് ഹാൻഡ് ബുക്ക് എന്ന് പറയുന്നത്. പിന്നെ ടീച്ചേഴ്സ് ഹാൻഡ് ബുക്കിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് അതായത് നമ്മളെപ്പോഴും ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഈ ഹാൻഡ് ബുക്ക് നമ്മളിങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊരു ഹാബിറ്റായിട്ട് മാറും. അതായത് നമ്മൾ പിന്നീട് നമുക്ക് ഒരു ടോപ്പിക്ക്, നമുക്ക് അറിയാവുന്ന ഒരു ടോപ്പിക്ക് പോലെ ആണെങ്കിൽ പോലും ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ നമുക്കത് എന്ത് ചെയ്യേണ്ടി വരും, റെഫർ ചെയ്ത് നോക്കേണ്ട ഒരു സിറ്റുവേഷൻ ആയിട്ട് വരും. എത്ര ഈസി ടോപ്പിക് ആണെങ്കിൽ പോലും നമുക്കത് യൂസ്ഡ് ആയി കഴിഞ്ഞാൽ, ഒരു അഡിക്ഷൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഗെയിം അഡിക്ഷൻ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ക്ലാസ്സിൽ നമുക്ക് എന്ത് ടോപ്പിക് എടുക്കാൻ പോണേക്കാളും മുന്നേ എന്ത് ചെയ്യേണ്ടി വരും, ഈ ബുക്ക് ഇങ്ങനെ റെഫർ ചെയ്ത് നോക്കേണ്ട ഒരു ഹാബിറ്റ് നമുക്ക് ഏതിലുണ്ടായിരിക്കും, ഈ ടീച്ചേഴ്സ് ഹാൻഡ് ബുക്കിൻ്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് റെഫറൻസ് ബുക്കാണ്. റെഫറൻസ് ബുക്ക് എന്ന് പറയുന്നത് കുറച്ചുകൂടി സിമ്പിളായിട്ട് പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ പറയാൻ പറ്റുക, നമുക്കൊരു അസൈൻമെൻറ്റോ പ്രോജക്റ്റോ കിട്ടി, നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്തൊരു ടോപ്പിക്കാണ് നമുക്ക് അസൈൻമെൻറ്റ് അല്ലെങ്കിൽ പ്രോജക്റ്റായിട്ട് കിട്ടിയെങ്കിൽ നമ്മളതെങ്ങനെ ചെയ്യുക, നമ്മൾ എന്താ ചെയ്യും, ലൈബ്രറിയിൽ പോവും, നമുക്ക് കിട്ടിയ ടോപ്പിക്ക് ഏതാണോ അതിനനുസരിച്ചുള്ള ബുക്കൊക്കെ നമ്മൾ ഉണ്ടോ നോക്കും, അങ്ങനെ ആ ബുക്ക് നമ്മൾ റെഫർ ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ടോപ്പിക്കിൻ്റെയും അസൈൻമെൻറ്റ് അല്ലെങ്കിൽ പ്രോജക്റ്റ് ചെയ്യുക. അത് തന്നെയാണ് ഈ റെഫറൻസ് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു ടോപ്പിക്ക് നമ്മൾ പഠിച്ച് കഴിയുമ്പോൾ ആ ടോപ്പിക്കിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ടോപ്പിക്കുമായി റിലേറ്റഡ് ആയിട്ടുള്ള ബുക്കുകൾ നമ്മൾ നോക്കി സെലക്ട് ചെയ്ത് അതിൽ നമ്മൾ എന്ത് ചെയ്യും, റെഫർ ചെയ്ത് കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ച ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്ത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ടോപ്പിക്കിനെ കുറച്ചുകൂടി കൂടുതലായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് ശ്രമിക്കുന്നു. അങ്ങനെ നമ്മൾ റെഫർ ചെയ്യാൻ എടുക്കുന്ന ഈ ബുക്കുകളാണ് എന്തെന്ന് ഉദ്ദേശിക്കുന്നത്, റെഫറൻസ് ബുക്കുകൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് reference book. It supplements classroom instruction. It instills the people self-study habit and spirit of self-effort. It helps the people to work out assignments. It stimulates mathematical thinking and includes elements of scientific attitude. അതായത് കുട്ടികളിൽ എന്താണ് സെൽഫ് സ്റ്റഡി എന്ന് പറയുന്ന ഹാബിറ്റും അതേപോലെ തന്നെ സെൽഫ് എഫേർട്ടും കുറച്ച് ഡെവലപ്പ് ചെയ്യാനായിട്ട് എന്ത് സഹായിക്കുന്നുണ്ട്, റെഫറൻസ് ബുക്ക് സഹായിക്കുന്നുണ്ട്. അതുപോലെ സപ്ലിമെൻറ്റ് ക്ലാസ് റൂം ഇൻസ്ട്രക്ഷൻ, നമ്മൾ ക്ലാസ് റൂമിൽ പഠിക്കുന്ന ഒരു ടോപ്പിക്ക് അതിനെ കുറച്ചുകൂടി ആ ടോപ്പിക്കിനെ കുറച്ചുകൂടി മനസ്സിലാക്കാനും അല്ലെങ്കിൽ കുറച്ചുകൂടി കൂടുതലായിട്ട് പഠിക്കാനും നമുക്ക് എന്ത് സഹായിക്കുന്നുണ്ട്, റെഫറൻസ് ബുക്ക് സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു അസൈൻമെൻറ്റോ അല്ലെങ്കിൽ നമ്മളൊരു പ്രോജക്റ്റോ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വർക്കൗട്ട് ചെയ്യാനായിട്ട്, ആ പ്രോജക്റ്റും അസൈൻമെൻറ്റും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെഫറൻസ് ബുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ കുട്ടികളുടെ ലോജിക്കൽ ലിങ്കിങ്, അതായത് മാത്തമാറ്റിക്കൽ തിങ്കിങ്, അതുപോലെ സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് അതൊക്കെ വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് എന്തിലൂടെ സാധിക്കും, റെഫറൻസ് ബുക്സിലൂടെ നമുക്ക് സാധിക്കും. അപ്പോൾ റെഫറൻസ് ബുക്കിൻ്റെ കുറച്ച് എക്സാമ്പിൾസാണ് ഡിക്ഷണറീസ്, ഇയർ ബുക്ക്, ഹിസ്റ്ററി ഓഫ് മാത്തമാറ്റിക്സ്, എൻസൈക്ലോപീഡിയ, റിലേറ്റഡ് സബ്ജക്റ്റ് ബുക്സ് ഫോർ ടീച്ചിങ് മാത്ത്, ഇതൊക്കെ എന്താണ് റെഫറൻസ് ബുക്കുകൾക്ക് എക്സാമ്പിൾസ് ആണ്. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് സപ്ലിമെൻ്ററി റീഡേഴ്സാണ്. സപ്ലിമെൻ്ററി റീഡേഴ്സിന് വേണമെങ്കിൽ നമുക്ക് നോൺ റിക്വയർഡ് മെറ്റീരിയൽസ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. അതായത് ഇപ്പോൾ ഒരു മലയാള ടെക്സ്റ്റ് ബുക്കിൻ്റെ കേസ് എടുക്കാം. അപ്പോൾ മലയാള ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഐതിഹ്യ കഥ പഠിക്കാൻ ഫോർ എക്സാമ്പിൾ പറയപ്പെട്ട പന്തിരിപ്പൂല എടുക്കാം. അതിൽ ഒരു ഐതിഹ്യ കഥ എന്തുണ്ട് ഇവർക്ക് മലയാള ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുണ്ട്.
പക്ഷേ അതിലൊരു ഹിൻഡ് കൊടുത്തിരിക്കുന്നത് എന്താണ്, ഇതേപോലെ കുറേ ഐതിഹ്യ കഥകൾ ഇതിലുണ്ട്, പറയപ്പെട്ട പന്തിരുകുലത്തിലുണ്ട്. പക്ഷെ അവർക്ക് ടെക്സ്റ്റ് ബുക്കിൽ ആകെ കൂടി കൊടുത്തിരിക്കുന്നത് എന്താണ്, ഒരു കഥയെ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് എന്താ പറയുക, അപ്പോൾ ചില കുട്ടികൾക്ക് എന്തായിരിക്കും, ബാക്കിയുള്ള കഥകളെ കുറിച്ച് അറിയാനും വായിക്കാനുള്ള ഇൻട്രസ്റ്റ് ആർക്കുണ്ടായിരിക്കും, ചില കുട്ടികൾക്ക് ഉണ്ടായിരിക്കാം. അപ്പോൾ ആ കുട്ടികൾ എന്താ ചെയ്യുക, ഈ എന്താ പറയുക ബാക്കിയുള്ള കഥകൾ എവിടെ നിന്നാണ് കിട്ടുകയെന്നൊക്കെ അവർ തപ്പിയെടുത്ത് എന്ത് ചെയ്യും, വായിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ എക്സ്ട്രാ റീഡിങ്, അതായത് ടെക്സ്റ്റ് ബുക്കിലൊന്നും പറയുന്നില്ല, അതായത് കുട്ടികൾ ഇത് എന്താ പറയുക ബാക്കിയുള്ള കഥകൾ വായിക്കണം എന്നുള്ള നിർബന്ധവുമില്ല. പക്ഷേ കുട്ടികളുടെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അവരുടെ നീഡ് അതിനനുസരിച്ച് അവരെന്ത് ചെയ്യുന്നു, എക്സ്ട്രാ റീഡിങ്ങിന് അവർ നോക്കുന്നു. അങ്ങനെ എക്സ്ട്രാ റീഡിങ് ചെയ്യുന്നതിന് സഹായിക്കുന്ന റിസോഴ്സസ് ആണ് എന്തെന്ന് പറയുന്നത്, ഈ സപ്ലിമെൻ്ററി റീഡേഴ്സ് എന്ന് പറയുന്നത്. കുട്ടികൾക്ക് വേണമെങ്കിൽ വായിക്കാം, താല്പര്യമുള്ള കുട്ടികൾ എന്ത് ചെയ്യും, അത് വായിക്കും. അല്ലാതെ കുട്ടികൾ എന്താ പറയുക, ടീച്ചർ ഒരിക്കലും ഇങ്ങനെ പറയില്ല നിങ്ങൾ ബാക്കിയുള്ള കഥകൾ വായിച്ചേ പറ്റൂ എന്ന് ടീച്ചർ ഒരു കുട്ടീനെ നമ്മൾ എന്ത് ചെയ്യില്ല, നിർബന്ധിക്കില്ല. അതായത് കുട്ടികൾ സ്വയം തിരഞ്ഞെടുത്ത്, അത് എക്സ്ട്രാ റീഡിങ്ങിന് വേണ്ടി തിരഞ്ഞെടുത്ത് ചെയ്യുന്ന അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് എക്സ്ട്രാ റീഡിങ്ങിനെ സഹായിക്കുന്ന റിസോഴ്സസ് ആണ് എന്തെന്ന് പറയുന്നത്, ഈ സപ്ലിമെൻ്ററി റീഡേഴ്സ് എന്ന് പറയുന്നത്. ഇത് പറഞ്ഞ പോലെ തന്നെ ഒരു ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സ്ട്രാ റീഡിങ്ങിന് സഹായിക്കുന്ന റിസോഴ്സസ് ആണ് എന്തെന്ന് പറയുന്നത്, സപ്ലിമെൻ്ററി റീഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സപ്ലിമെൻ്ററി റീഡേഴ്സ് അതായത് അവർ കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ വായിക്കാൻ ശ്രമിക്കുമ്പോൾ അവരുടെ ഇൻ്റലക്ച്വൽ പൊട്ടൻഷ്യലൊക്കെ ഡെവലപ്മെൻ്റ് ആകുന്നുണ്ട്. അതുപോലെ കുട്ടികളിൽ സെൽഫ് സ്റ്റഡി എന്ന് പറയുന്നൊരു ഹാബിറ്റ് ഉണ്ടായിരിക്കും. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരുടെ കുട്ടികളിലെ സെൽഫ് സ്റ്റഡി എന്ന് പറയുന്നൊരു ഹാബിറ്റ് നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മാത്തമാറ്റിക്കൽ ലോജിക്ക്, അതായത് മാത്തമാറ്റിക്കൽ ലോജിക്കൽ തിങ്കിങ്, അതുപോലെ സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെ കുട്ടികളെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഈ സപ്ലിമെൻ്ററി റീഡേഴ്സ് എന്ന് പറയുന്ന റിസോഴ്സുകളോട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് അഡ്വാൻറ്റേജസിൽ പറയാൻ പറ്റുന്ന മറ്റു 2 കാര്യങ്ങളാണ് സ്ട്രെങ്തൻ ലിംഗ്വിസ്റ്റിക് എബിലിറ്റി, അതുപോലെ തന്നെ ഡെവലപ്പ് ലിറ്റററി ടേസ്റ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഏതിൽ പറയാനുള്ളത്, സപ്ലിമെൻ്ററി റീഡേഴ്സിൽ പറയാനുള്ളത്. 4 കാര്യങ്ങൾ: വർക്ക് ബുക്ക്, ടീച്ചേഴ്സ് ഹാൻഡ് ബുക്ക്, റെഫറൻസ് ബുക്ക്, സപ്ലിമെൻ്ററി റീഡേഴ്സ്. അപ്പോൾ ഈ 4 കാര്യങ്ങളെക്കുറിച്ച്, അതായത് അവരുടെ നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ്, അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളിപ്പോൾ പറഞ്ഞത്.